ഇന്ന് നാം കാണുന്ന റൗള എല്ലാം ആ പരഞ്ചാറുകാരോട് വിലക്ക് വാങ്ങിയ സ്ഥലത്താണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നും വില കൊടുക്കാനില്ലല്ലോ, പിന്നെ എവിടുന്നാണ് ഈ വില? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കയിലുള്ള എല്ലാ സ്വത്തുക്കളും വിറ്റ് അത് വെള്ളിയാക്കി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളിയാണ് കൊടുക്കാൻ പറഞ്ഞത്. 90,000 വെള്ളി അതിന് കൊടുത്ത് അവർ വാങ്ങിയത് ആ സ്ഥലം തന്നെയാണ്. മാ നഫഅനി മാലു അഹദിൻ മാ നഫഅനി മാലു അബീ ബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിൻ്റെ മുതൽ നമുക്ക് ഉപകരിച്ചതുപോലെ മറ്റാരുടെയും മുതൽ നമ്മൾക്ക് ഇസ്ലാമിന് ഉപകരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ആരുമില്ലാത്ത കാലം, സഹായിക്കാൻ ആളില്ലാത്ത കാലം തൻ്റെ സ്വത്ത് മുഴുവൻ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയും